ഞാൻ ഓടി പുറത്തേക്ക് ഇറങ്ങിയപ്പം ആ പുഴ ഭയങ്കര ഉയരത്തിൽ എന്നെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ഞാൻ കയറും. എന്നോട് പിന്നെയും പറഞ്ഞു ഞാൻ കയറും. അപ്പോഴും ഞാൻ പിന്നെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. പിന്നെ ഭയങ്കര ഒരു തിരമാല വന്ന് എന്നോട് പറയില്ലേ, ആ ഒരു ഫീൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു എന്നോട് പറയാം ഞാൻ കയറും എന്ന്. അപ്പം ഞാൻ കരഞ്ഞോടി ഞാൻ മുകളിൽ പോയിട്ട് ഞാൻ ചെറിയ മോൻ ഹസ്ബൻഡിനെ വിളിച്ചാൽ അവർ ഉറങ്ങുക. അത് കഴിഞ്ഞ് ചെറിയ മോനെ ഞാൻ വിളിച്ചു പറഞ്ഞു മോനെ പുഴ കയറുമെന്ന് കയറും എന്താ ഉമ്മി ഈ പറയണതെന്ന് പറഞ്ഞിട്ട് അവൻ ഓടി വന്നിട്ട് ലൈറ്റ് ഇട്ട് പുഴ നോക്കി. അപ്പോൾ പുഴ നിശ്ചലമായിട്ട് ഇങ്ങനെ കിടക്കാം. അപ്പോൾ പറയും ഉമ്മച്ചി എന്താ ഈ പറയണത്? അപ്പം ഞാൻ പറഞ്ഞു ഇത് പറയണ എന്നോട് കയറും. അന്ന് രാത്രി ഞാൻ കുറേ സാധനങ്ങൾ എടുത്തു വെച്ചു. അതിൻ്റെ ഒരു വർഷം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ബെഡ്റൂമിൽ ഇങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോൾ ആ പുഴ വന്നിട്ട് ഇങ്ങനെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കണ്. ഉയരം ഈ എത്ര ഉയരത്തിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോൾ എന്താ പുഴ അങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ നിന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ വരൂലേ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അത് ഉള്ളിൽ എന്നെ ഇങ്ങനെ കിടന്നു. എന്തുകൊണ്ട് വന്നു കാരണം സ്വപ്നത്തിൽ കണ്ടു ഇത്ര അടുത്ത്. എനിക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ ആദ്യമേ നമ്മൾ സ്വപ്നം കണ്ടിട്ട് ഒരു മുൻകൂട്ടി കാണുക. അതെ തോന്നല് അങ്ങനെ വരാറുണ്ട്. പല കാര്യങ്ങളും അങ്ങനെ സത്യമായിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ മനസ്സിൽ കിടന്നു. എന്തുകൊണ്ട് ഇത്ര ഉയരത്തിൽ വന്നിട്ട് ഇന്നിങ്ങനെ കാണിച്ചു തന്നു. അകത്തപ്പം വെള്ളം കാണുന്നില്ല, പുറത്ത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതും എനിക്കൊരു ഇതായി. അപ്പൊ ചിലപ്പോൾ കയറുമായിരിക്കോ അങ്ങനെ നല്ലത്. അപ്പോൾ അന്ന് ആ സാധനങ്ങൾ എടുത്ത് വെക്കുമ്പോൾ ഇത്ര ഉയരം, ആ സ്വപ്നം കണ്ട ഉയരത്തിലുള്ള അലമാരി എന്ന സാധനങ്ങൾ മുഴുവൻ ഞാൻ എടുത്തു വെച്ചു.